ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിണ്ടി മസാല. അതിന് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് കഴുകി വെള്ളമൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. അധികം മൂക്കാത്ത വെണ്ടയ്ക്ക വേണം ഇതിനായിട്ട് എടുക്കാൻ. അതിങ്ങനെ ഒരു 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേ വെണ്ടയ്ക്കയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ഇതുപോലെ റഫ്ലി കട്ട് ചെയ്ത് വെക്കണം. ഇനി ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. 2 തക്കാളിയും ഒരു 5-6 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെണ്ടയ്ക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും ഏകദേശം ഇതേപോലെ നന്നായിട്ട് വഴന്ന് കിട്ടും. നമുക്ക് വെണ്ടയ്ക്കൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇതേമാതിരി വഴന്ന് കിട്ടും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെച്ച് നമുക്കിതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ അയമോദകവും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്യണം. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇത്തിരി ആംചൂറ് ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ഒരു ഇത്തിരി നാരങ്ങാനീര് ചേർത്താലും മതി. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റി അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്രേവി കുറച്ച് ലൂസായി വേണ്ടവർക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ ഗരം മസാലയും സൗത്ത് ഇന്ത്യൻ ഗരം മസാലയും തമ്മിൽ ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ MDHന്റെ ഗരം മസാലപ്പൊടിയാണ് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾക്കിത് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതിലേക്ക് അല്പം കസൂരി മേത്തി കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് സെർവ് ചെയ്യാം. ഗാർണിഷിനായി അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബിണ്ടി മസാല റെഡിയായി. നിങ്ങൾ ഇതുപോലെ ചപ്പാത്തിക്ക് വെണ്ടയ്ക്ക വെച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവും തീർച്ചയായും.